വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഫിഷ് ഗ്രില്ല് ചെയ്തേക്കുവാണ്. ഇപ്പം ഗ്രില്ലില്ലെങ്കിൽ നമുക്ക് സ്റ്റൗവിൻ്റെ ടോപ്പിൽ പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് അത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ റെഡ് തിലാപ്പിയാണ്. അത് 3 എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ്, ചില്ലി പൗഡർ, പിന്നെ കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, പിന്നെ കോൺ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. ആ മസാലയൊന്ന് തിക്കായിട്ടിരിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചില്ലി പൗഡറൊക്കെ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ പേസ്റ്റ് ഗ്രീൻ ചില്ലി ഒരു 4 എണ്ണം ജിഞ്ചർ ഗാർലിക്കിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. ആ ലെമൺ ജ്യൂസും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറി ലീഫും കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ഫിഷിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് നന്നായിട്ട് മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ 1 അവർ കഴിഞ്ഞു. ഗ്രില്ല് ഞാനിപ്പം 350-ൽ ഹീറ്റാക്കിയിട്ടേക്കുവാണ്. നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യുന്ന ബാസ്ക്കറ്റാണ്. അതിനകത്ത് കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫിഷൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ ഗ്രിൽ ബാസ്ക്കറ്റ് വെക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഫിഷ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫുള്ള് മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലും കുറച്ച് ഓയിൽ ഇങ്ങനെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇനി ഒരു 10 മിനിറ്റ് കുക്കാവണം. ഇത് ഗ്രില്ല് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ്ട് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇനി അതും ഒരു 10 മിനിറ്റ്സ്. ഒരു മഴയുടെയൊക്കെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഗ്രില്ല് ചെയ്തെത്തുന്നിടം വരെ. ഉണ്ട്. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഇത് ഗ്രില്ലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലോട്ട് ഞാൻ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഗ്രില്ലിൽ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ സ്റ്റൗവിൻ്റെ ടോപ്പിൽ സാധാ പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് യൂസ് ചെയ്യും. ഇതാകുമ്പോൾ ഓയിലൊന്നും നമ്മൾ അധികം ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.